ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എറണാകുളം ബ്രോഡ്വേയിലെ ഷോപ്പിംഗ് ആണ് കേട്ടോ. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. അത് സ്പെഷ്യലായിട്ട് ക്രിസ്മസ് കൂടെ ആകുമ്പോൾ കാണാനായിട്ട് നല്ല രസമാണ്. അവിടെ കുറേ ഷോപ്സിലൊക്കെ നമ്മൾ പോയിട്ടോ. അപ്പോൾ അതിൽ കുറേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതെല്ലാം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഫസ്റ്റ് പോയൊരു ഷോപ്പാണ്, ബ്യൂട്ടി വേൾഡ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു ആ പേരിൽ ഇപ്പോൾ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കും. അപ്പോൾ അവർ അയച്ച് തരുവാണെങ്കിൽ തരട്ടെ. ഇതൊന്നും പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ പേഴ്സണലി ചില കടകൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇവിടെ എറണാകുളത്ത് നമുക്ക് എപ്പോഴും ക്രിസ്മസ് വരുന്നത് ബ്രോഡ്വേയിലെ ഈ ക്രിസ്മസ് ഐറ്റംസ് വാങ്ങുമ്പോഴാണ് കേട്ടോ. ഒത്തിരി ഷോപ്സാണ്. ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ കംപ്ലീറ്റ് ഷോപ്സാണ്. ഒരു തവണയെങ്കിലും നമ്മളവിടെ വിസിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ എല്ലാ ഷോപ്പിലും ഇതേപോലെ ക്രിസ്മസ് ഐറ്റംസാണ് ഈ ക്രിസ്മസിൻ്റെ ടൈമിൽ വരുന്നത്. എനിക്ക് ഇപ്രാവശ്യം ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഈ സാന്റാക്ലോസിൻ്റെ കുറേ സ്റ്റാച്യൂസ്, ഡോൾസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ നമ്മളിങ്ങനെ നടന്ന് ഓരോ കടകളിലേക്ക് പോകുമ്പോഴും ടോയ്സ്, അതായത് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ടോയ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുവാണ്. അതേപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസിൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ബോൾസ്, ഫ്ലവേഴ്സ്, പലതരം ഹാങ്ങിങ്സ്, പിന്നെ അതേപോലെ സാന്റാക്ലോസിൻ്റെ ഹെഡ് മാത്രമായിട്ട് കുഞ്ഞ് സാന്റാക്ലോസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം സാധനങ്ങളവിടെ കാണാനായിട്ട് ഉണ്ടെന്ന്. ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പല ടൈപ്പ് ഓഫ് ക്രിസ്മസ് ട്രീസ്. പിന്നെ സ്റ്റാർസിൻ്റെ മാത്രം ഒത്തിരി കടകളുണ്ട്. അതുപോലെ ചില സ്ഥലത്ത് ഒരു ഏരിയ തന്നെ അവരിങ്ങനെ ഒരു ടെൻറ്റ് പോലെ ചെയ്തിട്ട് അത് നിറച്ച് സ്റ്റാർസ് ഇട്ടേക്കുവാണ് കേട്ടോ. ഒരുപാട് ഭംഗി തോന്നി ഈ സ്റ്റാർസൊക്കെ കണ്ടപ്പോഴേക്കും. ഇതിലേത് കളർ വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ടന്ന് ഞാൻ വാങ്ങിയിട്ടില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കളർ ഞാൻ വാങ്ങാനായിട്ട് നോക്കാം. ഈ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സിൽവർ ആൻഡ് ബ്ലൂ ആണ് തീം ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് സിൽവറും ബ്ലൂവും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അമ്മ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ നമ്മൾ നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ സ്റ്റാച്യൂസൊക്കെ കാരണം അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റാച്യൂസ് ഞാനും വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെല്ലാ വർഷവും വാങ്ങാറില്ല. ഇടയ്ക്ക് എന്താ പറയുക, ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതൊക്കെ യൂസ് ചെയ്യും. ഈ വീഡിയോ ഞാൻ ഈ സ്റ്റാച്ചുവിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ഇതിലെടുത്തത്. അതായത് ക്രിസ്മസ് ഫാദർ അവളുടെ മുകളിലേക്കാളും എന്ത് ഹൈറ്റിലാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടോ. അത്രയും വലിയ ക്രിസ്മസ് ഫാദറാണ്. എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും ഹയസ്റ്റ് സാന്റാക്ലോസിന് 4700 അതൊക്കെയായിരുന്നു റേറ്റ് എന്ന് തോന്നുന്നു. ഈ കട കംപ്ലീറ്റ് ആയിട്ട് വലിയ സ്റ്റാച്യൂസ്, ഡോൾസ്, അതേപോലത്തെ സാധനങ്ങൾ, അതായത് നമുക്കൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ഡിസ്പ്ലേ വെക്കാൻ പറ്റിയ പോലത്തെ കുറേ ഐറ്റംസൊക്കെ അവിടെ കണ്ടു. അതുപോലെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ, ഇതാ ലൈറ്റ്സിൻ്റെയൊക്കെ ഒരു കളക്ഷൻ തന്നെയുണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത്. നമ്മൾ ഏത് കളർ ക്രിസ്മസ് ട്രീ ആണോ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള കളേഴ്സിലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഗ്രീൻ, റെഡ്, വൈറ്റ് ആ ഒരു കോമ്പിനേഷനാണ് ചെയ്യണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അതിലേക്കായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, ബ്ലൂ ആൻഡ് സിൽവർ കോമ്പിനേഷൻ നോക്കിയോണ്ട് നമുക്ക് പറ്റിയ സാധനങ്ങൾ കുറേ നേരെ സെർച്ച് ചെയ്ത് വാങ്ങേണ്ടി വന്നു. എന്നാലും ഒരു വലിയ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനുള്ള അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ മാനിനെ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കി. പക്ഷെ നമുക്ക് ഈ വർഷം റെഡും ഗോൾഡും നമ്മൾ വെക്കുന്നില്ലാത്തതുകൊണ്ട് ഇത് വാങ്ങിയില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ഡോറിൽ ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ കുറച്ച് ക്രിയേറ്റിവിറ്റിയും കൂടിയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒത്തിരി സാധനങ്ങളുണ്ട്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ബോൾസിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ പിങ്ക് ആൻഡ് സിൽവറാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പറ്റിയ കളേഴ്സ്, അതായത് ഏത് കളർ തീമാണോ നമുക്ക് വേണമെന്ന് വെച്ചാൽ അതിന് പറ്റിയ കളേഴ്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടോ, എന്തൊക്കെയാ ഐറ്റംസ് എന്ന് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഞാൻ അതിൽ നിന്ന് ഒരു ലേസ് എടുക്കുവാണ് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാനായിട്ട് നമുക്ക് ബോസൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ലേസ്, ഇത് 5 മീറ്ററിൻ്റെയാണ്. അത് വാങ്ങിച്ചു. ഇതിനെനിക്ക് തോന്നുന്നു 100 രൂപയായിരുന്നു ഒരു റോളിന്. അതിൻ്റെയൊക്കെ വെറൈറ്റി സാധനങ്ങളുണ്ട്. അതായത് ഇവിടെ നിന്ന് വാങ്ങുമ്പോഴൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൾക്കായിട്ട് വാങ്ങണം. ഇപ്പോൾ ഒരു പാക്കറ്റ് ആണെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങണം, അല്ലെങ്കിൽ ഇത്ര പീസസ് വാങ്ങണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നോർമൽ റീറ്റെയിൽ ഷോപ്സിൽ പോയി വാങ്ങുകയാണെങ്കിൽ നമുക്ക്
ഒരെണ്ണമായിട്ടൊക്കെ സിംഗിൾ പീസസ് ആയിട്ടൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ ഇവിടെ വന്ന് വാങ്ങുമ്പോൾ നമ്മളെപ്പോഴും ബൾക്ക് ക്വാണ്ടിറ്റി വാങ്ങണം. അപ്പോൾ ഒത്തിരി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു 10 12 സാധനം വാങ്ങി നമ്മുടെ പൈസ മൊത്തം തീരും. കണ്ടോ, ഒരുപാട് വെറൈറ്റി. ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ബ്ലൂ ഫ്ലവറും സിൽവർ ഫ്ലവറൊക്കെ കുറച്ച് പിറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വലുതുണ്ടായിരുന്നു. ആ മേളിൽ ഗോൾഡൻ ഹാങ്ങിങ്സിൻ്റെ ഒരു എന്താ പറയുക, പൂരം തന്നെയാണെന്ന് പറയാം. ശരിക്കും നമ്മളൊരു പൂരപ്പറമ്പിൽ പോയൊരു പ്രതീതി. ചില സാധനങ്ങൾ കണ്ടിട്ട് ഇത് കണ്ടോ, ഇതെനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വാങ്ങിയിട്ട് ഞാൻ എവിടെ കൊണ്ട് ഇടും എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വാങ്ങിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ദിവസം നൈറ്റ് ഈ മാർക്കറ്റിൽ പോകണമെന്ന്. ഇപ്പം ഞാൻ പോയത് ഒരു ഡേ ടൈമിലാണ്, ഒരു ഉച്ച സമയത്ത്, ഒരു 2 o'clock ഒക്കെ ആയ സമയത്താണ് ഞാൻ പോയത്. ആ സമയത്ത് തന്നെ ഇത്ര ഭംഗി കാണാൻ. അപ്പോൾ ഒരു നൈറ്റ് ഷോപ്പിംഗ് ആണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും. ഞാൻ വിചാരിച്ചു ട്രീ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം, അതിന് ശേഷം അത് ഫില്ല് ചെയ്യാനും കുറച്ചും കൂടി വേണ്ടി വന്നാൽ നമുക്ക് ഒരു ദിവസം കൂടി ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഷെറിൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ഷെറിൻ ചേച്ചിക്ക് അപ്പോൾ ഒരു ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങണം. പിന്നെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും കാണണം എന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ദിവസം പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈവനിങ് ആകുമ്പോഴേക്കെല്ലാം കാണാമല്ലോ. ദേ ഇവിടെ മമ്പു കുറച്ച് ബ്ലൂ കളർ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലൂവിൻ്റെ ഷെയ്ഡ്സാണ് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, സിൽവർ ആൻഡ് ബ്ലൂ. അപ്പോൾ കുറച്ച് ബ്ലൂസും കൂടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ അതൊക്കെ സെർച്ച് ചെയ്ത് നടക്കുന്നു. ലാസ്റ്റ് ഇയർ ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങിയത്. 1-2 ഷോപ്പിന് ഞാൻ ഇതിൻ്റെ നെയിം ബോർഡ് എടുത്തിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. അങ്ങനെ കിട്ടുന്ന നമ്പർ നിങ്ങൾ അതിൽ വിളിച്ച് നോക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഒത്തിരി ഭംഗിയാണ് കാണാൻ. പക്ഷേ റേറ്റ് നല്ല കൂടുതലാണ്. വലുത് വരുമ്പോഴേക്ക് 600 ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ 300, 280 അങ്ങനെ പല റേറ്റ്. ഈ ഒരു ഷോപ്പിലേക്ക് നോക്കിയിട്ട് റെഡ് ആൻഡ് വൈറ്റ് മാത്രം കാണുന്നുണ്ടായുള്ളൂ. ഈ ഷോപ്പ് ഫുള്ള് ക്രിസ്മസ് ട്രീയുടെ മാത്രം ഒരു ഷോപ്പ്. നമ്മൾ ലാസ്റ്റ് ഇയർ ട്രീ വാങ്ങിയോണ്ട് ഈ വർഷം ട്രീയുടെ സൈഡിലേക്ക് നമ്മൾ നോക്കുന്നേ ഇല്ല. കയ്യിൽ കുറേ സാധനങ്ങൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നടക്കാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് കാണുമ്പോൾ സൈഡിലെ ഷോപ്സിലൊക്കെ കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് അറിയാതെ നോക്കിപ്പോവും. അത്രയ്ക്ക് ഭംഗിയാണ് ഇതിലെ കൂടെ നടക്കുമ്പോൾ കാണാൻ തന്നെ. അതായത് ശരിക്കും എന്തോ നമ്മൾ വേറെ ഏതോ കൺട്രിയിലൊക്കെ ചെന്ന പോലെ തന്നെ തോന്നും ഈ ബ്രോഡ്വേയിൽ ഈ ക്രിസ്മസ് ടൈമിൽ ഇതിലെ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ. ഈ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. സംസാരിച്ച് എൻ്റെ തൊണ്ട ഇങ്ങനെ ഒരു ശബ്ദമല്ലാണ്ടാവുന്നു. ഞാനപ്പം വീഡിയോയുടെ എൻഡിൽ കുറച്ച് ഫോട്ടോസ് കൂടി ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊക്കെ ഫോട്ടോസൊക്കെ കാണുന്നുണ്ടെങ്കിലോ. സാന്റാക്ലോസിനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതിയായിട്ടോ. പക്ഷേ സാന്റാക്ലോസിന് ഭയങ്കര റേറ്റ് ഉണ്ട്. ഈ ഷോപ്പ് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ എല്ലാ നമ്പേഴ്സും കൂടി ഇത് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ നമ്പറൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ നമ്മുടെ പുൽക്കൂടൊക്കെ റെഡിമെയ്ഡായിട്ടൊക്കെ കിട്ടും. അപ്പോൾ നമ്മളതിൽ കുറച്ച് പുല്ല് വെച്ച് സെറ്റ് ചെയ്താൽ മതി. മമ്പ് ഇവിടെ നിന്ന് കുറച്ച് ബ്ലൂ കളർ ബോൾസും ഗോൾഡൻ ബോൾസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ മമ്പുവിന് വേണ്ടി അവരവരെ ഗോഡൗണിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതെല്ലാം അവൾ വാങ്ങിയിട്ടുണ്ട്, ബ്ലൂ ആൻഡ് സിൽവർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന ദിവസം അപ്ലോഡ് ചെയ്തേക്കാം. ഓൾമോസ്റ്റ് ട്രീയിലേക്കുള്ള സാധനങ്ങളായിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി പോയിട്ട് വാങ്ങാം. അപ്പോൾ ഡാർക്ക് ബ്ലൂവും കുറച്ച് ലൈറ്റ് ബ്ലൂവും കുറച്ച് സിൽവർ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഷോപ്സിലൊക്കെ ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ. നമ്മൾ ബാർഗെയിൻ ചെയ്താലൊന്നും നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് അവർ ഫിക്സഡ് റേറ്റാണ് പറയുന്നത്. പക്ഷേ മറ്റേ റീറ്റെയിൽ ഷോപ്പിനേക്കാളും വളരെ റേറ്റ് കുറവാണ്. പിന്നെ ഓരോ ഷോപ്പ് കാണുമ്പോഴും അതിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത ഷോപ്പിൻ്റെ വീഡിയോ ഉണ്ടത് എനിക്കറിയില്ല, ഞാൻ ഫുള്ള് കവർ ചെയ്ത് തോന്നുന്നു. സത്യത്തിൽ ഈ വീഡിയോ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓരോ ഷോപ്സൊക്കെ നോക്കി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു മോർ ദാൻ 1 hour കൂടുതൽ വരും നമ്മുടെ വീഡിയോസ്. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ഉച്ചയ്ക്ക് ഒത്തിരി ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു ദിവസം പോയിട്ട് ഈവനിങ് പോയിട്ട് നല്ല ലൈറ്റ്സൊക്കെ ഇട്ടിരിക്കുന്ന സമയത്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾമോസ്റ്റ് നമുക്ക് എന്തൊക്കെ ഉണ്ടാവും അതല്ലാതെ ഇനി ഞാൻ ട്രീ ഡെക്കറേറ്റ് ചെയ്യണവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ പോയി വാങ്ങണമെങ്കിൽ വാങ്ങാം, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് വേണമെങ്കിൽ കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് വാങ്ങാനായിട്ട് പോവാം.
അതേപോലെ നിങ്ങൾക്ക് റിട്ടേൺ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാനായിട്ടാണെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ ക്രിസ്മസിന് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അതെല്ലാം വാങ്ങാം. അതേപോലെ സാന്റാക്ലോസിനെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കുറേ ഐഡിയാസൊക്കെ കിട്ടും കേട്ടോ. ഓരോ ഷോപ്പിലും നമ്മൾ പോകുമ്പോഴും ഒന്നിനേക്കാളൊന്ന് ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഓരോ ഷോപ്പിലും പോകുന്നത്. ഞാൻ പക്ഷേ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയത് എന്താണെന്നോ, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചില ഷോപ്പിൽ സാധനങ്ങൾ കാണുമ്പോൾ വേഗം അത് വാങ്ങും. അതേപോലെ വാങ്ങാതെ എല്ലാ ഷോപ്പും ആദ്യം ഒന്ന് നടന്നൊക്കെ കാണുക. കണ്ടതിന് ശേഷം എന്തൊക്കെ വാങ്ങണം എന്നൊന്ന് പ്ലാൻ ചെയ്തിട്ട് വാങ്ങിയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവിടെ പോയാൽ നമ്മുടെ പൈസ തീരാൻ വേറെ ഒരു വഴിയും വേണ്ട. അതായത് അത്ര ഫാസ്റ്റായിട്ട് നമുക്ക് പൈസ തീർത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും ബെറ്റർ സ്ഥലമാണ്, അതും ഈ ക്രിസ്മസ് സീസണിൽ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ സന്തോഷം എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്തത്. അതായത് ഡിസംബർ വരുന്നതിന് മുന്നേ ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ വാങ്ങുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ വീട്ടിലെ ട്രീസൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.